അസ്സലാമു അലൈക്കും, നമസ്കാരം. ഉസ്മാൻ കാസി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടോ. നമ്മളിന്നൊരു നൈറ്റ് ഡ്രൈവ് വീഡിയോ ആണ് കാണാൻ പോണത്. നമ്മളിന്ന് പോണത് ഹയ്യർ റിഹാബിൽ നിന്ന് നമ്മുടെ എയർപോർട്ട് വഴി നമ്മുടെ റിഹാലി തരീഖ് മദീന ഇതിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് പെട്രോൾ പമ്പ്. ഇവിടെ നിങ്ങൾ പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂർ തോട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ? ചെയ്യൂടെ? സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ, നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ നമ്മളെ റോഡ് ഷോ കാണിക്കാം. അതായത് സൗദി അറേബ്യയിൽ ജിദ്ദയിൽ രാത്രി 12:30 മണി 12:40. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ട് യാത്ര നമ്മൾ തരീഖ് സബീൻ റോഡ് മുതൽ കയറാൻ നിൽക്കുകയാണ്. ഏകദേശം ഇവിടെ രാത്രി 12:45. വാഹനങ്ങൾ റോഡിലൂടെ ചീറിപ്പായാണ്. മാഷാ അല്ലാ, ഒരു കുറവില്ല കേട്ടോ. വാഹനങ്ങളൊക്കെ ഒന്നിനും കുറവ്. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വാഹനങ്ങൾക്ക് റോഡിൽ ഒരു കുറവില്ല. അതായത് എന്ന സ്ഥാനത്ത് നാളെ ഒരു നേരം വെളുത്ത ഒരു 6 മണിക്ക് ശേഷം ഒരു 10 മണി 11 മണി വരെ റോഡിൽ ഒരു വണ്ടി ഉണ്ടാവില്ല. കമ്പനികളും എല്ലാതും അവധികളല്ലേ. ബക്കാല ബൂഫി അത് ഒഴികെ മറ്റ് എല്ലാ കമ്പനികളും ഗവൺമെൻറ്റിനും പ്രൈവറ്റൊക്കെ അവധിയല്ല. അതുകൊണ്ട് ആരും പുറത്ത് കാണുമില്ല. അതുകൊണ്ട് റോഡ് മൊത്തം കാലി കയറും. അതായത് വെള്ളിയാഴ്ച മാത്രമാണ്. അതായത് വെള്ളിയാഴ്ച ശരിക്കും ഇവിടെ അങ്ങനെ പാടില്ല. ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമൊക്കെയാണ് രാവിലെ റോട്ടിൽ അത്ര വണ്ടി ഉണ്ടാവില്ല. അതായത് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒരു വണ്ടി വന്നു അത്രേ ഉണ്ടാവുള്ളൂ. ഉൾഭാഗങ്ങളിലുണ്ട്. മെയിൻ എക്സ്പ്രസ്സിലോ ഹൈവേയിലൊന്നുമല്ല, ഉൾഭാഗങ്ങളിൽ. ഇവിടെ നമുക്ക് റൈറ്റ് തിരിഞ്ഞ് പോകണം. കീറ്റ ഫുഡ് ഡെലിവറിൻ്റെ വണ്ടിയാണ് കീറ്റ. അവിടെ അഞ്ചർ സ്റ്റേഷൻ, ജായിസ്, അങ്ങനത്തെ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ബൈക്കുമ്മൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിലൊരു വണ്ടി അപ്പോൾ നമ്മൾ മുന്നേ പാസ് ചെയ്ത് പോകാം കേട്ടോ. ഇനി നമ്മൾ സെബീൻ റോഡ് പോയി കയറുകയാണ്. അയ്യർ മുഷരിഫ് റേബിൽ നിന്ന് വരികയാണ്. അയ്യർ മുഷരിഫ് വഴിയാണ് ഞാൻ റോഡ് പോയി കയറുന്നത്. ഈ റോഡിൻ്റെ അവസ്ഥ എന്താണല്ലോ. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങി ബീച്ചിക്കും അവിടേക്കും ഇവിടേക്കും പാർക്കിക്കും പോകുന്ന ഒരു ദിവസമായതുകൊണ്ട് നേരെ 12:45. അതുകൊണ്ട് തിരക്ക് ഉണ്ടാവാൻ പ്രതീക്ഷിക്കാം. എന്നാലും വണ്ടികളുണ്ട്, തിരക്കാനാണ്. അങ്ങനെ നമ്മൾ സബീൻ റോഡ് മെയിൻ കയറിട്ടോ. ഇതാണ് സബീൻ റോഡ് മെയിൻ കയറുന്നത്. നമ്മളെ വലത് സൈഡിൽ അയ്യർ മുഷരിഫ് കഴിഞ്ഞ് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ മുഷരിഫായി. അതിൻ്റെ പുറത്ത് അയ്യർ യഹാബ് ആയിരുന്നു. ഇപ്പം നമ്മൾ സബീൻ റോഡിലേക്ക് കയറിയിട്ടോ. വാഹനങ്ങൾക്ക് ഒരു കുറവില്ല കേട്ടോ റോഡ് നമ്മൾ. അപ്പോൾ ചെങ്കള എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ? പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആഘോഷിച്ചോ? കുട്ടികളൊക്കെ പെരുന്നാൾ പ്രവാസ ലോകത്ത് എവിടേക്ക് പോകണേ? അവധി ഉള്ളവർക്ക് അടുത്ത തായിഫ് അങ്ങനെ അതായത് ജിദ്ദനോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ ജിസാനിൽ അബഹ അൽബാഹ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാകും വിചാരിക്കുന്നത്. ഓരോരുത്തർ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നത് ലീവ് ഉള്ളവർ കേട്ടോ. മറ്റേ ബഗാല പൂഫ്യക്കാർക്കൊന്നും ലീവില്ല പാവം. ഞാനും തന്നെ 10-13 കൊല്ലം ബഗാലയിലായിരുന്നു. അതൊന്നും നമുക്കൊന്നും ബഗാലിൽ നോക്കുമ്പോൾ ലീവ് ഉണ്ടായില്ല. അതായത് നോമ്പിൻ്റെ റംസാൻ്റെ തലേന്നും ഡബിൾ ഡ്യൂട്ടി കയറാം. അതായത് പെരുന്നാൾ തലേന്നും ഡബിൾ ഡ്യൂട്ടി കയറാം ബക്കാലക്കാർക്ക്. അങ്ങനെ ഒരുപാട് ഇവിടെ അധികം കമ്പനികളിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോ. ചെറുപ്പക്കാർ പഴയ ആൾക്കാരൊക്കെ എപ്പോഴും ആ ബൂഫിയ ഹോട്ടല് ബക്കാലുകാർ ജോലി ചെയ്തിങ്ങനെ പോകണം. നമ്മളത് ഏജുള്ളവരൊക്കെ. ഇപ്പോഴത്തെ പുതുതലമുറ വരുന്നത് കമ്പനികൾക്കാണ്. അപ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാനും ലീവിൻ്റെ ദിവസം അവധി ചെയ്യാനും ഇവിടേക്ക് പോകാനും വരാനൊക്കെ അവർക്ക് കഴിയും. നമ്മളെ ഇടത് സൈഡിലുള്ളതാണ് ഫ്ലെമിംഗോ മാള്. ജിദ്ദയിൽ ഒരു കുട്ടികളെ പാർക്ക് കളിക്കാനുള്ള ഒരു മാളാണിത്. ഫ്ലെമിംഗോ പാർക്കാണ് എഴുതിയിട്ടുള്ളത്. ഫ്ലെമിംഗോ പാർക്ക് ഇടത് സൈഡിലാട്ടോ, കാണൂല. ഇത് ആളുകൾ നടന്നു പോകുന്ന പാലം മുന്നിൽ കണ്ടങ്ങൾ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന പാലാണ് മുന്നിൽ കണ്ടത്. നമ്മൾ
നമ്മൾ അസീസി എത്തി. നമ്മളെ ഇടത് സൈഡിലാണ് അസീസ് മോള്. വീഡിയോയിൽ കാണുമെന്ന് അറിയില്ല. അസീസ് മോൾ ഇടത് സൈഡിൽ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ ബ്രിഡ്ജ്, ആളുകൾക്ക് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ബ്രിഡ്ജ് മുന്നിൽ കണ്ടിട്ടതാ. ഇതാണ് അസീസിയ. അപ്പോൾ നമ്മുടെ സഫ കഴിഞ്ഞ് മറുവ എത്തിട്ടോ. ഇത് വീണ്ടും പാലം. ഈ കുബിരാണ്, ഈ പാലാണ് കയറി കഴിഞ്ഞാൽ, കുബിരി എന്നാണ് പറഞ്ഞത് അറബിയിൽ. ഈ പാലാണ് കയറി കഴിഞ്ഞാൽ എയർപോർട്ട് കേട്ടോ, സൗദി എയർപോർട്ട്, അതായത് സൗദിയിലെ പുതിയ എയർപോർട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തോടി, വീഡിയോ ലൈക്ക് ചെയ്തോടി, വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോ കിടക്കാഴ്ച വീടുമായിട്ട് ഇൻഷാല്ല വീഡിയോ കാണാം. അപ്പോൾ ഇവിടെ ഇത്രേ ഉള്ളൂ. ഇനി ഒരുപാട് വീഡിയോ ലെങ്താക്കി നമ്മുടെ പ്രേക്ഷകരെ ലേക്ക് അടുപ്പിക്കണില്ല. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു.